ഹായ് ഗൈസ്, ഇതൊരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരി 11-ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞ് മിനി ബർത്ത്ഡേ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തലേദിവസം ഞാനൊരു കുഞ്ഞ് ചീസ് കേക്ക് ഒക്കെ മേടിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റു ഫ്രഷായി കുഞ്ഞിൻ്റെ ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു തൊഴാൻ വേണ്ടിയിട്ട്. ക്ഷേത്രത്തിലൊന്നും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമുക്ക് നല്ലപോലെ തൊഴാൻ വേണ്ടി പറ്റി. തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കുഞ്ഞു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അവിടുന്ന് റെഡിയായി ഇതൊരു സ്പെഷ്യൽ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. സ്പെഷ്യൽ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. തക്കാടുള്ള അമ്മത്തൊട്ടിലോട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി കുഞ്ഞു ബേബീസിനെയൊക്കെ കണ്ടു. എൻ്റെ ബേബി ഭയങ്കര ഹാപ്പിയായിരുന്നു. കുഞ്ഞു അവളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ പോയിട്ടാണ് കുഞ്ഞിന് ഫുഡ് എടുത്തത് ഉച്ചയ്ക്കുള്ള. അപ്പോൾ ചോറും പരിപ്പൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരു റിലേറ്റീവുടെ വീട്ടിലൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. അവിടെ എത്തി കേക്കൊക്കെ കട്ട് ചെയ്തു. ഒന്നും പറയണ്ട, ഭയങ്കര ബഹളമായിരുന്നു. കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അർജുനും കേക്ക് കട്ട് ചെയ്തിട്ട് വാവയുടെ വായിൽ വെച്ചു കൊടുത്ത് കണ്ണ് തെറ്റിയതിനിടയ്ക്ക് അവൻ നൈഫിൽ ക്രീം എടുത്ത് കഴിച്ചു. നമ്മളാദ്യം കുറച്ച് ടെൻസ്ഡായി, പിന്നെ വലിയ കുഴപ്പമില്ല, അതങ്ങ് വിട്ടു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അതൊക്കെയായിരുന്നു അവിടുത്തെ ബഹളങ്ങള്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈവനിങ് വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. വഴുതക്കാടിലുള്ള ലാൻഡൻ ഗ്രൂ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു ഒരു കേക്ക് കട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. അങ്ങനെ പുറത്തൊക്കെയുള്ള ഫോട്ടോഷൂട്ട്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള ഒരു ഡെക്കോറൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ചെറിയൊരു പ്രൈസിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തു. ബേബിയുടെ ഡ്രസ് കോഡിനനുസരിച്ചുള്ള ബലൂൺസ് ഒക്കെ ആയിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കേക്ക് ഞാൻ പുറത്തുനിന്ന് കേക്ക് വേൾഡിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തിയപ്പോഴേ ഫോട്ടോഷൂട്ട്സിനുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ബേബി കുറച്ച് ടയേർഡായിരുന്നു. അങ്ങനെ അവനൊന്ന് സെറ്റായി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അതിനിടയ്ക്കാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ബേബി അത് കഴിഞ്ഞ് ഓക്കെ ആയ സമയത്താണ് പിന്നെ ഫോട്ടോഷൂട്ട്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അവൻ ഒരു വിധത്തിൽ ചിരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ ശ്രമിച്ചായിരുന്നു ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരു വിധത്തിൽ ചിരിക്കത്തില്ല. പിന്നെ ലാസ്റ്റ് അമ്മ വന്ന് എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്തപ്പോഴാണ് ലാസ്റ്റ് ചിരിക്കാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷെ അത്രയ്ക്ക് ആക്റ്റീവ് അല്ലായിരുന്നു. കാരണം അന്ന് രാവിലെ മുതലേ നമ്മൾ ഭയങ്കര ഓട്ടത്തിലായിരുന്നല്ലോ. അപ്പോൾ അവൻ കുറച്ച് ടയേർഡായിരുന്നു. അത് കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞിനെ കുറച്ച് കേക്കിൻ്റെ അവിടെ ഇരുത്തി കേക്ക് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുക്കുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കുമല്ലോ. അങ്ങനെ ആ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനെ അങ്ങ് സ്പോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ജസ്റ്റ് കേക്ക് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കിയതേ ഉള്ളൂ, വേറൊന്നും ചെയ്തില്ല. ഫോട്ടോഷൂട്ട്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം നല്ല ലേറ്റായി. റെസ്റ്റോറൻറ്റൊക്കെ ക്ലോസിങ് ടൈമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങി ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കഴിച്ചിട്ടിറങ്ങിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. അങ്ങനെ അപ്പോഴും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലൈറ്റ്സ് ഒക്കെ ഓൾറെഡി ഓഫ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ മിനി വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.